ഹായ് ഓൾ, വെൽക്കം ടു ജിബി സായ്. അപ്പോൾ ഇന്നും നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കാണേണ്ട കുറേ സ്ഥലങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് അവിടെയൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. കുറേ ഗുഹകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് കാണാം. പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡൗഡേൽ വാലിയിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും തോർപ്പ് ക്ലൗഡ്സും മുൻപൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നും വീണ്ടും കാടും മലയും ഒക്കെ കടന്നു ചെന്നാൽ മനോഹരമായ കുറെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയും. റിവർ ഡവിന് അരികിലൂടെയുള്ള നടപ്പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഇതാണ് ലവേഴ്സ് ലീപ്പ്. 1800-കളിൽ ഒരു സ്ത്രീ തന്റെ ലവർ യുദ്ധത്തിൽ മരിച്ചു എന്ന് കേട്ട് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും അവരുടെ ഉടുപ്പ് മരത്തിൽ കുടുങ്ങുകയും അങ്ങനെ രക്ഷപ്പെട്ട് അവർ വീട്ടിലെത്തിയപ്പോൾ അയാൾ മരിച്ചിട്ടില്ലെന്ന് അറിയുകയും വീണ്ടും ഒന്നിക്കുകയും ചെയ്തു എന്നാണ് ഒരു കഥ. നമ്മള് ഇങ്ങനെ കേട്ടിട്ടില്ല പൈസ കായ്ക്കുന്ന മരം നേരെ കണ്ടോ, എന്തോരം പൈസ കണ്ടോ. ഇവിടെ ഉള്ളവരെല്ലാം ഇവിടുന്ന് പറിച്ചോണ്ടാ പോകുന്നേന്ന് തോന്നുന്നു. ഈ മരമാ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് വളർത്തേണ്ടത്. ഐസേജ് കാലഘട്ടത്തിൽ ഉണ്ടായ ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട പാറക്കെട്ടുകളാണ് ഇവ. 12 അപ്പോസ്റ്റൽസ് എന്നാണ് ഇതിന്റെ വിളിപ്പേര്. ചാടിയാലോ? ഓ, ആ കല്ല് ചവിട്ടി ചവിട്ടി പോണോ? ഓരോ പോയിന്റുകൾ കഴിയുന്തോറും ഓരോ ഗേറ്റുകളുണ്ട്. അപ്പോൾ ആ ഗേറ്റുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്ത സ്ഥലത്ത് എത്തുകയാണെന്ന്.
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിക്കോളും. ഈ കാണുന്നതാണ് ലയൺസ് ഹെഡ് റോക്ക്. who planned to the and from 1916 to 1947. W. House 1911 to 1986 continued his work in his father's footsteps. ഈ ആരോ കാണുന്ന മരത്തിന്റെ വലത്തോട്ട് കയറി ചെന്നാൽ കാണുന്നതാണ് റെയ്നാർഡ്സ് കേവ്. 2-3 ഗുഹകളുള്ള ഇവിടേക്കുള്ള കയറ്റം കുറച്ചു പാടാണ്. ൽ റോമൻ അയണേജ് കോയിനുകൾ ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗുഹ ഇതാണ്. $360 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള 30 മീറ്ററോളം ഉയരമുള്ള ഈ പാറക്കെട്ടാണ് ഇലാം റോക്ക്. ഇതാണ് ഇളം റോക്ക്. ഇതാണ് ഡൗ ഹോൾസ് കേവ്സ്. മൂക്കും കണ്ണുമൊക്കെയായി തോന്നുന്ന ഗുഹകളുള്ള ഒരു പാറക്കെട്ടാണിത്. ഡൗഡേൽ കാർ പാർക്കിൽ നിന്ന് ഇവിടേക്കും തിരിച്ചുമായി ഏകദേശം 3-4 മണിക്കൂർ യാത്രയുണ്ടെന്ന് കരുതുന്നു. ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ മിൽഡേൽ എന്ന വില്ലേജിൽ എത്തും. ഇപ്പോൾ 4 മണി കഴിഞ്ഞ് ഇരുട്ടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് യാത്ര പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.